Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. 4 തലമുറകളെ കാത്ത് ഒരു മുത്തശ്ശി. 105 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന ത്രേസ്യക്കുട്ടി എന്ന അമ്മമ്മയ്ക്ക് പറയാനുള്ളത് പ്രായം തോറ്റ ഓർമ്മകളുടെയും കരുണയുടെയും കഥയാണ്. നല്ലൊരു പാട്ടുകാരി കൂടിയായ ഈ മുത്തശ്ശിയുടെ വിശേഷങ്ങൾ അറിയാം. കുചേലനെന്നുള്ളൊരു ഭൂമിദേവൻ വശിത്വമൾ കൊണ്ടും മഹാദരില് വസിച്ചു സമീപനി വാസദേശം വിശപ്പ് കൊണ്ടാശു തളർന്നുമേയും ശിശുക്കളെ കണ്ട് വിഷാദമോട് വിശുദ്ധനമ്പൂസരനോട് ചെന്നു ശങ്കിതമ്പൂസര ധർമ്മപത്നി ദരിദ്രനെന്നാകിലും അത്രമാത്രം കരത്തിലില്ലാത്ത ജലം ചുരുക്കം ധരിക്ക നീനാഥ നമുക്കിതായി ഒരിക്കലഷ്ടിക്ക് വായമില്ല ഇല്ലങ്ങളിൽ ചെന്ന് നടന്നിരുന്നാൽ ഇല്ലെന്ന് ചൊല്ലുന്ന ജനങ്ങൾ അല്ലെങ്കിൽ ആഴക്കരി നൽകും നെല്ലെങ്കിൽ മുഴക്കത് മതിയായി മുഴക്ക് ചോറ് കൊണ്ടൊരു വാസനാന്തം കഴിക്കുമ്പം ചാറ് ജനങ്ങളിപ്പോൾ കിഴക്കുതിക്കുമ്പൊഴു ആത്മജന്മ കടൽക്കു വെട്ടി കരയുന്നു വന്ന അപേക്ഷയുള്ള ഒരു ജനത്തിലല്ല ഉപേക്ഷ കൂടാതെ കൊടുക്കുമേശൻ മനക്കുരുങ്ങിൽ കരിവുള്ള കാന്തൻ നിനക്കു പണ്ടേ സഖിയെന്ന് കേൾക്കൂ കുട്ടീനാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണേ പേര് അങ്ങനെ പറഞ്ഞ് ഇട്ടു ഒന്നും പറയാത്തതുകൊണ്ട് പേര് പറഞ്ഞു തരാത്തതുകൊണ്ട് രണ്ടാളുടെ മറ്റേ അവസരപ്പൊന്നാണ് പിന്നെ അവരിപ്പം വിളിക്കേണ്ടത് തേശാ കുട്ടി അമ്മയുടെ വരുന്നുട്ടാ എൻ്റെ അമ്മയുടെ അമ്മ റോസിന്നാണ്. അപ്പം എൻ്റെ പേര് ലേവശ്യ കാലടിയിലെ 1921 ജൂൺ 3 ജനിച്ച പാലിശ്ശേരി വീട്ടിൽ ത്രേസ്യക്കുട്ടി അമ്മ സന്തോഷവതിയാണ്. പ്രായം വെറും നമ്പർ മാത്രം എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല. എന്ത് തെളിച്ചമാണ് ഇവരുടെ ഓർമ്മകൾക്ക്. അമ്മയ്ക്ക് നേരത്തെ വലിയ കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ല. ഈ പണ്ട് എല്ലിൻ്റെതും പറഞ്ഞ് ചെറുതായിട്ട് ഈ LF വളരെ പണ്ട് പോയിട്ടുണ്ട്. അല്ലാണ്ട് രോഗത്തിൻ്റെ ഒരു ചികിത്സ പോണ്ടി വന്നല്ല. ഇപ്പം ആൾക്കൊരു 105 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലം മുന്നേ വരെ ആള് ഈ റൂമിൽ നിന്ന് എന്നിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ്. ഈ നേരത്തെ കൊയ്യാനും സ്വന്തം കൃഷിനിലത്തെ കൊയ്യാനും പായൽ വരാനും നടാനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആള് കൂടെ മിക്കവാറും അപ്പനും ഉണ്ടാവും. അങ്ങനെ എല്ലാ പണിയെടുത്ത് വെച്ചിരുന്നാ. പിന്നെ കുറച്ച് നാൾ വീട്ടിൽ തന്നെ പനമ്പ് നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ പുറത്ത് എപ്പോൾ പോയി വന്നാലും ഏത് പാതിരിക്കായാലും അമ്മ ഒരു വിളി വിളിച്ചാൽ മതി, അപ്പം ചാടി എനിക്ക് വരും. എന്തോരം വൈകി വന്നാലും. അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലായിരുന്നു ആള്. പഴയ കാലത്തെ സംഭവങ്ങൾ ചോദിച്ചാൽ തികച്ചും വ്യക്തമായി ഓർത്തെടുത്തു പറയും. അപ്പോൾ ഓർമ്മകളുടെ പ്രസരിപ്പാർന്ന തിളക്കം ആ കണ്ണുകളിൽ കാണാം. നല്ലൊരു കർഷകയായിരുന്നു. ആയ കാലത്ത് ധാരാളം കൃഷി ചെയ്തിട്ടുണ്ടെന്നും സംതൃപ്തിയോടെ ഈ അമ്മുമ്മ പറയുന്നു. 3.5 പറക്കി വല്ലപ്പോഴും നടുവുള്ളൂ. കാളെ അവിടെ ഉണ്ടായ വേലന്റെ കാളയാണോ? വേലന്റെ കാളയാണോ? വേലന്റെ കാളയല്ല. എളപ്പന്റെ മൂത്ത മോക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അവര് വരുന്നേ. അവര് വരണ്ട. അവരെന്ന് പറഞ്ഞ ആരാ? മറിയൻകുട്ടിയൊക്കെയാ? മറിയൻകുട്ടി എളപ്പന്റെ മോളാത്. പിന്നെ പൂണോളിയാ? വലിയപ്പൻ്റെ മൂത്തമ്മ വീട്ടിൽ കൊണ്ടുപോകണം വേണ്ട. അതാ വീടില്ല. കൃഷിയോടുള്ള സ്നേഹവും കഠിനാധ്വാനവും അവരെ എപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ള ത്രേസ്യക്കുട്ടി അമ്മ ഒരു പാട്ടുകാരിയും കൂടിയാണ്. സർവനന്മ കടലോന്റെ സർവഭംഗ പാടുകണ്ടു അമ്മ പുത്രനെ നോക്കി കുന്നമമ്പൂ വെടി ചങ്കിൽ കൊണ്ട പോലെ എൻ മനം വാടിത്തളർന്നു ആണ് ജന്മദോഷത്തിൻ്റെ
നിഴൽ പോലും തീണ്ടാതെ ഉത്ഭവിച്ചവനെ. കാലടി പാലിശ്ശേരി വീട്ടിൽ പരേതനായ ദേവസിയുടെ ഭാര്യയാണ് ത്രേസ്യ. 6 മക്കളാണ് ഇവർക്കുള്ളത്. അതിൽ ഒരു മകൻ മരിച്ചുപോയി. മക്കൾ എല്ലാവരും ചേർന്നാണ് അമ്മയെ നോക്കുന്നത്. ഇളയമോൻ്റെ ഭാര്യയാണ്. ഇളയമോൻ്റെ പേര് ജോർജ്, എൻ്റെ പേര് ലിസി. ഇപ്പം അമ്മ തറവാട്ടിലുണ്ട്. അമ്മ ഒരു 3 വർഷമായിട്ട് നടക്കാതെയായി. ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മ ഓക്കെയാണ്. ഓർമ്മയുണ്ട്, കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്. നടക്കാൻ മാത്രമേ കാലിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ കറക്റ്റാണ്. രാവിലെ ഒരു ബിസ്ക്കറ്റ്, ചായ, ഏത്തപ്പഴം, കഴിഞ്ഞ ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, അതായത് ദോശയോ ഇഡ്ഡലിയോ അപ്പോൾ ഒക്കെ കൊടുത്താൽ അത് കഴിച്ചോളും. മാങ്ങാക്കറിയും പോത്തിറച്ചിയാണ് മെയിനായിട്ട് അമ്മയുടെ ഇഷ്ടവിഭവം. അപ്പം മരിക്കുന്നതിന് മുമ്പൊക്കെ നേരത്തെ കൂപ്പുവർക്കായിരുന്നു. ആ കൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ തടിക്കൂപ്പ്. അപ്പോൾ മാസത്തിലൊരിക്കലൊക്കെയാണ് അപ്പം വരികയും പിടിക്കുകയും ചെയ്യുന്നതേ. അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിരുന്നതും അമ്മ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പിന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അമ്മയ്ക്ക് നല്ല ഓർമ്മയാണാനും അതോടൊപ്പം തന്നെ ഓരോ ആളുകളെയും പേര് പറഞ്ഞ് വിളിക്കാനൊക്കെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാനും. ഈ കുറഞ്ഞ സമയമായിട്ടുള്ളൂ ഈ മറവിയിലേക്ക് വന്നിട്ടുള്ളൂ. അന്ന് ഇടയ്ക്ക് ഓർമ്മ വരികയും ചെയ്യും ആൾക്ക്. അതെ, കിട്ടണമൊക്കെ പങ്കുവെച്ചു കൊടുക്കും. അതെ, വെച്ചുകൊണ്ടിരിക്കില്ല. അതെ. 99 വെള്ളപ്പൊക്കം, കോളറക്കാലം, ബ്രിട്ടീഷ് ഭരണകാലം, സ്വാതന്ത്ര്യം ലഭിച്ചത്, കാളവണ്ടി മുതൽ വിമാനങ്ങൾ വരെയുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായത്, എഴുത്താണി മുതൽ കമ്പ്യൂട്ടർ യുഗം വരെയുണ്ടായ മാറ്റങ്ങൾ, യുദ്ധങ്ങൾ, പ്രളയം, കോവിഡ് മഹാമാരി, അങ്ങനെ ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതത്തിന്റെ അനുഭവ സമ്പത്ത് കുറച്ചൊന്നുമല്ല. ബർത്ത്ഡേ ഞങ്ങൾ 3-ാം തീയതി ആഘോഷിച്ചു. 3-ാം തീയതി കുടുംബ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ കുടുംബ യൂണിറ്റിന് വന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും കുടുംബ യൂണിറ്റിൽ നിന്ന് ആൾക്കാരും മൊത്തം ഒരു 145 ആള് വന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ആളുകളൊക്കെ ഒരുപാട് ഗിഫ്റ്റുകളും അമ്മയ്ക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് മിഠായികളാണ്. മിഠായി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബൂസ്റ്റ് വരെ, ഇനി ആരോ ബൂസ്റ്റ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അമ്മ ഒന്നും കൂടെ എനർജി ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിയ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.